ടേസ്റ്റിയായ സേമിയയുടെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണാം കേട്ടോ. ഞാൻ വലിയ സേമിയാണ് ഇതിനെടുത്തിട്ടുള്ളത്. ചെറിയ സേമിയ ആയാലും കുഴപ്പമില്ല, അതേപോലെ വറുത്ത സേമിയാണെങ്കിലും വറുക്കാത്ത സേമിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. വേവിച്ചെടുക്കുന്നതല്ലേ. ഞാൻ ഇതൊന്ന് അതിൻ്റെ കാൽഭാഗം എടുത്ത് ഒരു 4 പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 കപ്പ് പാലിൽ ഞാനിത് വേവിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൽ വേവിച്ചാലും മതി, നന്നായി കുറുക്കിയെടുക്കാൻ പാടില്ല കേട്ടോ, അന്നേരം കട്ട പിടിച്ച് പോകും. ഇതേപോലെ ഞാൻ ആവശ്യമുള്ള ഉപ്പും ഒരു വലിയ സ്പൂണ് പഞ്ചസാരയും ചേർത്ത് ഒന്ന് ഇത് വേവിച്ച് മാറ്റി വെക്കാം. ഒരു 2 വലിയ വെളുത്ത നേന്ത്രപ്പഴം കട്ട് ചെയ്ത് കുറച്ച് ഉണക്കമുന്തിരിയും തേങ്ങയും ചേർത്ത് 2 സ്പൂൺ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് പഞ്ചസാര, 1 സ്പൂൺ പഞ്ചസാര മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. കൂടുതൽ വേണ്ടുന്നവർ കൂടുതൽ ചേർത്തോളൂ. ഇതേപോലെ നമുക്ക് വേവിച്ച സേമിയ പരട്ടി കൊടുത്ത് അതിൻ്റെ അകത്ത് ഫില്ലിങ് വെച്ച് കൊടുത്ത് ഇലയിൽ മടക്കി നമുക്കൊന്ന് സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കുക. 10 മിനിറ്റ് വെച്ചാൽ തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും. വളരെ ടേസ്റ്റിയായ സേമിയയുടെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് വയറ് നിറയെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണിത്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. നല്ല പഴുത്ത പഴം എടുക്കണം, ഇളം ചൂടോടെ തന്നെ ഇത് പരത്തിയെടുക്കണം, അല്ലെങ്കിൽ കട്ടയായി പോകും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ.